നമ്മുടെ വീഡിയോയെ ഈ കറുത്ത വെള്ളിയുടെ ആഭരണങ്ങളില്ലേ, ഇതിപ്പോൾ ഉണ്ണിയുടെ അരഞ്ഞാണാണ്, ചാച്ചൂട്ടൻ്റെ അരഞ്ഞാണാണ്. അപ്പോൾ ഇതൊന്ന് എങ്ങനെ വെളുപ്പിച്ചെടുക്കാൻ നോക്കാം. ഇത്ര കറുത്ത കളറിലാണ് കേട്ടോ. അപ്പോൾ ഈ ഇല മറ്റേ പറമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നിറയെ മുള്ളാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ നിറയെ മുള്ളൊക്കെ ആയിട്ടുള്ളൊരു ഇലയാണ് കേട്ടത്. ഈ ഇല മാത്രം മതി. ഈ ഇല കൂട്ടിയിട്ട് നന്നായി തിരുമ്പി കഴുകണം. 2 കൈയും കൂടി ഉരച്ച് കഴുകാട്ടോ. നന്നായി തിരുമ്പി ഉരച്ച് കഴുകാട്ടോ. നോക്ക്, ഇങ്ങനെ 2 കൈയും കൂട്ടി ഉരച്ചിട്ട് ഇതെങ്ങനെയാണ് വരിക എന്ന് കാണിച്ചേ. നന്നായി ഇങ്ങനെ പത വരും കേട്ടോ. നന്നായി കഴുകണേ. നമ്മുടെ കയ്യിൽ മുള്ളു കുത്തൊന്നുമില്ല കേട്ടോ. മുള്ള ഉള്ളിലേക്കാക്കിയിട്ട് വെച്ചാൽ മതി. മുള്ളുള്ള ഭാഗം ഇതിൻ്റെ മീടക്കാക്കിയിട്ട് പാദസരം അരഞ്ഞാണ ഒക്കെ ഉണ്ടാവുമല്ലോ. കുട്ടികളുടെ കളർ നല്ലോണം മങ്ങ ഉണ്ടാവുക. രാപ്പനുള്ളവർക്കൊക്കെ വെള്ളി നല്ലോണം കറുത്ത് പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന ടിപ്പ് ഇതാണ് കേട്ടോ. ഇത് നല്ലോണം കറുത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കഴുകിയിട്ട് വെളുക്കോ ഇല്ലെന്ന് നമുക്ക് കാണിച്ചു തരാമേ. വേണ്ട, ഇപ്പം തന്നെ നല്ലൊരു മാറ്റം കാണാല്ലേ. ഇങ്ങനെയാണ് കറുത്ത വെള്ളികളൊക്കെ ഞങ്ങൾ വെളുപ്പിക്കാറ് കേട്ടോ. ഇതിൻ്റെ ഇലയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ നന്നായി വെളുക്കും. കറുത്തിരിക്കുന്ന വെള്ളിയൊക്കെ നന്നായി വെളുക്കും. ഇപ്പം നന്നായി കഴുകിയിട്ട് കാണിച്ചതേ. കണ്ട, നല്ല കറുത്ത കളറായിരുന്നു. കണ്ടല്ലേ, നന്നായി വെളുത്തു കേട്ടോ. കറുപ്പ് കളറൊക്കെ പോയി. നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് പാദസരം അരഞ്ഞാണൊക്കെ വെളുപ്പിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പറമ്പിലൊക്കെ കാണും, നിറയെ മുള്ളുള്ളൊരു ചെടിയാണ്. അതിൻ്റെ ഇലയാണ് ഉപയോഗിക്കുന്നത്. ഇനി അതിൻ്റെ പേര് അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. ചിലപ്പം മിക്കവാറും എല്ലാവരുടെയും ഇങ്ങനെ ഉപയോഗിക്കാത്ത വളപ്പൊക്കെ ഉണ്ടാവുമല്ലോ, പറമ്പ് വൃത്തിയാക്കാത്ത, അങ്ങനത്തെ വളപ്പിലൊക്കെ നിറയെ ഉണ്ടാവും. ഇവിടെയൊക്കെ ചുറ്റും നിറയെ ഉണ്ട് കേട്ടോ. നല്ല മുള്ളാണ്. ചെടിമേൽ നല്ല മുള്ളാണ്, ഇലമേൽ മുള്ളുണ്ടാവും. അങ്ങനത്തെ ഒരു ഇതാണേ. ഇതേ ഞങ്ങളുടെ വെള്ളി വെളുത്തു കേട്ടോ. ഈ ഒരു ചെടിയുടെ ഇലയാണ് കേട്ടോ നമ്മൾ വെള്ളിയുടെ ആഭരണങ്ങളൊക്കെ നിറം വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു ഇലയുടെ പേര്, ഈ ചെടിയുടെ പേര് അറിയാച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.